മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ പരീക്ഷണമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന ഒരു പരീക്ഷണം. അല്ലദീ ഖലഖൽ മൗത്ത്, മരണത്തെ സൃഷ്ടിച്ചു, വൽ ഹയാ, ജീവിതത്തെ സൃഷ്ടിച്ചു. അല്ലാഹുവിനെ വേണമെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഒന്നിച്ച് ജീവിപ്പിക്കാനും ഒന്നിച്ച് മരിപ്പിക്കാനും അല്ലാഹുവിന് സാധിക്കും. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള എല്ലാ ആളുകളെയും മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂട്ടുന്ന ആളാണ് അല്ലാഹു തആല. അതേപോലെ ദുനിയാവിലും ഭൂമിയിലും അല്ലാഹുവിനെ ഒരുമിച്ച് കൂട്ടാമല്ലോ. പിന്നെ എന്തേ ചില ആളുകൾ ജനിക്കുമ്പോൾ ചില ആളുകൾ മരിക്കുന്നു? എന്തേ അല്ലാഹു അങ്ങനെ സൃഷ്ടിച്ചത്? ഇധർ ജിന്ദഗി കാ ദുൽഹൻ ബനേഗാ, ഉധർ ജിന്ദഗി കാ ജനാസ ഉഠേഗാ. അങ്ങനെയല്ലേ പറഞ്ഞത്? ചില ആളുകൾ കല്യാണം കഴിഞ്ഞിട്ട് മണിയറയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ മറ്റു ചില ആളുകൾ മരിച്ചിട്ട് മണ്ണറയിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട്. ഇത് അല്ലാഹു നമ്മൾക്ക് നൽകുന്നത് ഒരു മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണം കഴിഞ്ഞ് നവദമ്പതികൾ പുതിയ ഒരു രാത്രിയിൽ, ആദ്യ രാത്രിയിൽ മണിയറയിലേക്ക് കടന്നു പോകുന്നുണ്ട്, പുതിയ ഒരു ജീവൻ നൽകാൻ വേണ്ടി. എന്നാൽ മറ്റു ചില ആളുകൾ മരിച്ചിട്ട് ഖബറിലേക്ക് കടന്നു പോകുന്നുണ്ട്. മറ്റു ചില ആളുകൾ മരിച്ചിട്ട് ഖബറിലേക്ക് പോവുകയാണ്. മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് വെറുതെയല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്നറിയാനാണ് അല്ലാഹു ഇങ്ങനെ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്. അല്ലാഹു പറയാണ് പരിശുദ്ധ ഖുർആനിൽ, ആലോചിക്കണം നമ്മൾ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ലോകത്തോട് വിട പറയാൻ നിൽക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നപ്പോഴാണ് ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്, യാതൊരു മുന്നറിയിപ്പില്ലാതെ, യാതൊരു സൂചനയില്ലാതെ എന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോവുകയാണോ? എന്നോട് ഇത് മുന്നേ അറിയിച്ചിട്ടില്ലല്ലോ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ദാവൂദ് നബിയോട് ചോദിക്കുന്നത്, അല്ലയോ ദാവൂദ് നബിയെ, നിങ്ങളുടെ കൂട്ടുകാരായ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇന്നാലിന്റെ കൂട്ടുകാരൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. എവിടെ പോയി? മരിച്ചുപോയി. നിങ്ങളുടെ ഇന്നാലിന്റെ കുടുംബക്കാരൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? എവിടെയാണ്? മരിച്ചുപോയി. എന്തിനാണ് ഈ മരണങ്ങളൊക്കെ? ഈ മരണങ്ങളൊക്കെ നിങ്ങൾക്കൊരു പാഠമായിരുന്നു. അദ്ദേഹം മരിച്ചതുപോലെ, നിങ്ങളുടെ കുടുംബക്കാർ മരിച്ചതുപോലെ, നിങ്ങളുടെ അയൽവാസി മരിച്ചതുപോലെ നീയും മരിക്കേണ്ടവനാണ് എന്നതിനുള്ള സൂചനയായിരുന്നു ആ മരണമെന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മരണങ്ങൾ നമ്മൾക്കൊരു പാഠമാണ്. നമ്മുടെ കുടുംബങ്ങളിലുള്ള മരണങ്ങൾ, ചങ്ങാതിമാര് മരിക്കുമ്പോ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ ചില മക്കൾ മരിച്ചു പോകുന്നുണ്ട്. 40 വയസ്സ് തികയുന്നതിന് മുമ്പേ പലരും മരിച്ചു പോകുന്നുണ്ട്. എന്നാൽ 60 കഴിഞ്ഞ് 70 കഴിഞ്ഞ് 80 കഴിഞ്ഞിട്ട് രോഗിയായി കിടന്നിട്ട് ഒന്ന് മരിച്ചാൽ നന്നായിരുന്നു എന്ന് കൊതിച്ചു പോകുന്ന പലരും ഇന്നും മരിക്കാതെ പെട്ടിൽ കിടക്കുകയാണ്. ഒരു രോഗമില്ലാതെ, ഒരു അസുഖമില്ലാതെ എത്ര ആരോഗ്യമുള്ള ആളുകളാണ് മരിച്ചുപോയത്. എന്നാൽ ഒരുപാട് രോഗികൾ ഇന്ന് മരിക്കും, നാളെ മരിക്കുമെന്ന് വിചാരിച്ച ആളുകൾ അവർ വർഷങ്ങളോളം ജീവിക്കുന്നുണ്ടല്ലോ. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. പക്ഷേ നമ്മുടെ SSLC-യുടെയും +2-ന്റെയും ഡിഗ്രിയുടെയും PG-യുടെയും എക്സാം നടക്കുന്നത് പോലെ എന്തിനാണ് ഈ എക്സാമുകൾ നടക്കുന്നത്? ഒരു SSLC എക്സാം ഇതിന്റെ ആവശ്യം എന്താ? സ്കൂളിലേക്ക് ആരാണ് പഠിക്കാൻ വരുന്നത്, ആരാണ് കളിക്കാൻ വരുന്നത് എന്നറിയാനാണ് ഒരു പബ്ലിക് എക്സാം. എന്തിനാണ് ഒരു +2 എക്സാം, ഹയർ സെക്കൻഡറി എക്സാം? അത് സ്കൂളിലേക്ക് ആരാണ് വായ നോക്കാൻ വരുന്നത്, ആരാണ് പഠിക്കാൻ വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ഓരോ എക്സാമുകളും അവൻ പഠിച്ചിട്ടുണ്ടോ, കളിച്ചതാണോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരു വഴിയാണ്. അതേപോലെ മരണം നിന്റെ ജീവിതത്തിൽ നീ നന്മ ചെയ്തവനാണോ അല്ല തിന്മ ചെയ്ത് അല്ലാഹുവിനെ പേടിക്കാതെ ജീവിച്ചവനാണോ എന്നറിയാനുള്ള ഒരു പരീക്ഷണമാണ് നമ്മുടെ മരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയാണ്?
അല്ലാഹു പറയുന്നുണ്ട്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് അല്ലാഹു കൂടുതൽ പരീക്ഷണങ്ങൾ നൽകും. സ്നേഹമുള്ള ആളുകൾക്കാണ് അല്ലാഹു കൂടുതൽ പരീക്ഷണം നൽകുന്നത്. ഇന്നല്ലാഹ യഅതിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവനും നൽകും, ഇഷ്ടമില്ലാത്തവനും നൽകും. സമ്പത്ത് അല്ലാഹു നൽകി എന്ന് വിചാരിച്ച് അവൻ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇന്നല്ലാഹ യുഅതിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവനും നൽകും, ഇഷ്ടമില്ലാത്തവനും നൽകും. പക്ഷേ അല്ലാഹു ദീൻ നൽകുന്നത്, അല്ലാഹു ഇൽമ നൽകുന്നത്, അല്ലാഹു ഈമാൻ നൽകുന്നത് അവൻ ഇഷ്ടമുള്ള ആളുകൾക്കാണ്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹുവിന് ഒരാളോട് സ്നേഹം തോന്നിയാൽ, അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അല്ലാഹു അയാളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്ത ആളുകളെയല്ല അല്ലാഹു പരീക്ഷിക്കുന്നത്, അങ്ങനെ വിചാരിക്കരുത്. ഒരുപാട് കാലം ക്യാൻസർ രോഗിയായി, ഒരുപാട് കാലം സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, മക്കളിലൂടെ, സമ്പത്തിലൂടെ, ശരീരത്തിലൂടെ, ഭാര്യയിലൂടെ ഒരുപാട് രോഗങ്ങൾ നൽകി അല്ലാഹു ഒരാളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അയാളോട് അല്ലാഹുവിന് ദേഷ്യമുണ്ട് എന്നതിന്റെ ലക്ഷണമല്ല, അല്ലാഹുവിന് അയാളോട് കോപമുണ്ട് എന്നതിന്റെ ലക്ഷണമല്ല. ആലോചിക്കണം നമ്മൾ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ലോകം കണ്ട മഹാനായ പണ്ഡിതനാണ്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം മരിക്കുന്ന സമയത്ത്, അദ്ദേഹം ലോകത്തോട് വിട പറയുന്ന സമയത്ത് ലോകത്തുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ ഇൽമിലേക്ക് ദാഹിക്കുന്ന സമയമായിരുന്നു അത്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു തീർന്നിട്ടില്ല, അത്രയും വലിയ ആലിമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ഇദാ ദകറഹു ബകാ. ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. ആരാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു? ഇസ്ലാമിക ചരിത്രത്തിൽ 4 മദ്ഹബിന്റെ ഇമാമുമാരിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു ജുബൈർ എന്ന മഹാനായ പണ്ഡിതന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു. കാരണം അല്ലാഹു പരീക്ഷിച്ച ഒരു പണ്ഡിതനാണ്, ഇഷ്ടമുള്ള ആളുകളെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അദ്ദേഹം വലിയൊരു ആലിമാണ്, സൗഖം കണ്ട മഹാനായ ആലിമാണ്. അദ്ദേഹം ചെയ്ത തെറ്റെന്താ? അവിടെ ഭരിച്ചിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരു ക്രൂരനായ, ക്രിമിനലായ ഒരു ഭരണാധികാരിയായിരുന്നു. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ലോകം കണ്ട സാത്വികനായ ആലിമായിരുന്നു. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ചെയ്ത തെറ്റ് ക്രൂരനായ ഒരു ഭരണാധികാരി, ക്രിമിനലായ ഒരു ഭരണാധികാരി, മുസ്ലിമീങ്ങളായ ആലിമീങ്ങളെ പണ്ഡിതന്മാരെ കാണുമ്പോ അവർക്കെതിരെ ശബ്ദിച്ചിരുന്ന ഒരു ഭരണാധികാരി, അവരെ കൊന്നിരുന്നൊരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ തെറ്റുകൾ സമൂഹ മധ്യത്തിൽ പറഞ്ഞു കൊടുത്തു എന്നതായിരുന്നു സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ചെയ്ത തെറ്റ്. അങ്ങനെ തിന്മയ്ക്കെതിരെ പോരാടിയതിന്റെ പേരിൽ ഇദ്ദേഹത്തെ വധിക്കാൻ ക്രിമിനലായ, ക്രൂരനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരി ഫോൺ ചെയ്തതാ, ക്രൂരനായ ഭരണാധികാരി സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കിരാത പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിക്കുകയുണ്ടായി. അത് കാരണത്താൽ അദ്ദേഹത്തെ വധിക്കാനുള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന പണ്ഡിതനെ വധിക്കാൻ ഒരു മുസ്ലിം ഭരണാധികാരി കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞു. ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് ജുമാക്ക് നേതൃത്വം നൽകിയത്. ഖുതുബയോദി നിസ്കാരം കഴിഞ്ഞു. തന്റെ ആരാച്ചാരെ വിളിച്ച്, തന്റെ പട്ടാളക്കാരെ വിളിച്ച് സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന പണ്ഡിതനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവരൊക്കെ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി ആഞ്ഞു മുട്ടുകയാണ്. ആ ഒരു ശബ്ദം കേട്ടപ്പോൾ സഈദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇതെന്നെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകളാണ്. സധൈര്യം അദ്ദേഹം ആ വാതിൽ തുറന്ന് പുറത്തു നോക്കുമ്പോ വിചാരിച്ചതുപോലെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പട്ടാളക്കാരാണ്. നിങ്ങൾ ഹജ്ജാജ് വിളിക്കുന്നുണ്ട്, നിങ്ങൾ അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യ്, കുറച്ചു സമയം ഒന്ന് കാത്തിരിക്കുക, ഞാൻ വരാമെന്ന് പറഞ്ഞു അകത്തേക്ക് ചെന്നു. എന്നിട്ടോ അദ്ദേഹം നേരെ ബാത്റൂമിലേക്ക് ചെന്നു. കുളിച്ചു. മയ്യിത്ത് കുളിക്കുന്നത് പോലെ, മയ്യിത്തിനെ കുളിപ്പിക്കുന്നത് പോലെ അദ്ദേഹം കുളിച്ചു. കുളിച്ചിട്ട് അദ്ദേഹം കഫൻ പുട ധരിച്ചു.
എല്ലാവരും മരിച്ച് മയ്യത്ത് കുളിപ്പിച്ച് കഫംപുട ധരിപ്പിക്കാറുണ്ട്. പക്ഷേ ഇദ്ദേഹം കുളിച്ചിട്ട് കഫംപുട ധരിച്ചു. എന്നിട്ട് നേരെ ഈ പട്ടാളക്കാരുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പട്ടാളക്കാർ കയ്യിൽ ആമം വെച്ച് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് നേരെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ്. വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൊട്ടാരത്തിലേക്ക് കയറി അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം കയറി പോകുമ്പോ മൂസാ നബി പറഞ്ഞ സലാമാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൊട്ടാരത്തിലേക്ക് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. സന്മാർഗം സിദ്ധിച്ച ആളുകൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, സന്മാർഗം സിദ്ധിച്ച ആളുകൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോഴാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു സഈദ് ഇബ്നു ജുബൈർ. സഈദ് എന്ന് പറഞ്ഞാൽ വിജയി എന്നാണ് അർത്ഥം. ജുബൈർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണെന്നർത്ഥം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ജുബൈർ എന്നാണ്, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ. സഈദ് എന്നാൽ വിജയ്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ പേര് സഈദ് ഇബ്നു ജുബൈർ എന്നാണ്. അപ്പോഴാണ് ക്രൂരനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞത്, നീ സഈദ് ഇബ്നു ജുബൈർ അല്ല, നീ ശഖീ ഇബ്നു ഖുസൈർ ആണ്. ശഖീ ഇബ്നു ഖുസൈർ എന്ന് പറഞ്ഞാൽ സഈദ് വിജയ്, ശഖീ പരാജിതൻ, നേരെ ഓപ്പോസിറ്റ്. ജുബൈർ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ, ഖുസൈർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ. നീ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ എന്ന അർത്ഥമുള്ള പിതാവിന്റെ മകൻ വിജയ് എന്നർത്ഥമുള്ള നീയല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്നർത്ഥമുള്ള ഉപ്പയുടെ മകൻ പരാജിതൻ എന്നർത്ഥമുള്ള ശഖീ ഇബ്നു ഖുസൈർ എന്നാണ്. അപ്പോഴാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ഉമ്മയ്ക്കാണ് എന്റെ പേര് നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത്, നിങ്ങൾക്കല്ല, എന്റെ പേര് എന്റെ ഉമ്മയ്ക്കാണ് കൂടുതൽ അറിയുന്നത്. പിന്നെ ചോദിച്ചു, എന്നെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചോദിക്കുകയാണ് സഈദ് ഇബ്നു ജുബൈറിനോട്, എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ളാലിമുൻ തൽഖല്ലാഹ ബിദിമാഇൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളായ ആളുകളുടെ രക്തം കുടിച്ച അല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു അക്രമിയായ ഒരു ഭരണാധികാരിയെ ായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ളാലിമുൻ, അക്രമിയായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത് ബിദിമാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ രക്തം കുടിച്ച ഭരണാധികാരിയായിട്ടാണ് നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത് എന്ന്. പിന്നെ ഒരുപാട് സ്വർണങ്ങളും ഒരുപാട് വെള്ളികളും മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ സമ്പത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇൻ കുൻത ജമഅതഹു മിൻ അംവാലിൽ ഫുഖറാ, ഫഖീറന്മാരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയതാണെങ്കിൽ അല്ലാഹുവിന്റെ അടുത്ത് സമാധാനം പറയേണ്ടി വരും. ഇത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദരിദ്രരായ ഫഖീറന്മാരായ പാവങ്ങൾക്ക് നൽകേണ്ട സ്വർണമാണെങ്കിൽ, പാവങ്ങൾക്ക് നൽകേണ്ട വെള്ളിയാണെങ്കിൽ ഇതിന് അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. പാവങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അപ്പോഴാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറഞ്ഞത്, ലഉബദ്ദിലന്നക മിനദ് ദുനിയാ നാറൻ തലല്ലാഹ്. ഈ ദുനിയാവിനെ ഞാൻ നിങ്ങൾക്കൊരു നരകമാക്കാൻ പോവുകയാണ്. ഈ ദുനിയാവിനെ ഞാൻ നിങ്ങൾക്കൊരു നരകമാക്കാൻ പോവുകയാണ്. അപ്പോഴാണ് സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ കാന ദാലിക ഇലൈക ലഅബദ്തുക മിൻ ദൂനില്ലാഹ്. ഈ ദുനിയാവിനെ നരകമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ ഒഴിവാക്കി ഞാൻ നിങ്ങളെ ആരാധിക്കുമായിരുന്നു. നിങ്ങളാണോ ഈ ദുനിയാവിനെ നരകമാക്കുന്നവൻ? നിങ്ങളാണോ ഈ ദുനിയാവിനെ സ്വർഗമാക്കുന്നവൻ? ഇത് അല്ലാഹുവിന്റെ തീരുമാനമല്ലേ, നിങ്ങളുടെ കയ്യിലല്ലല്ലോ ഇതിന്റെ തീരുമാനമുള്ളത്. അത് നിങ്ങൾക്ക്
കഴിയുമെങ്കിൽ അള്ളാഹുവിനെ ഒഴിവാക്കി ഞാൻ നിങ്ങളെ ആരാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് ലഖതുലന്നക ഖത്ലതൻ മാ ഖതൽതുഹാ അഹദൻ മിനന്നാസ്. ഒരുപാട് ആലിമീങ്ങളെ, ഒരുപാട് പണ്ഡിതന്മാരെ, ഒരുപാട് മുസ്ലിമീങ്ങളെ വധിച്ച ആളാണ് ഞാൻ. പക്ഷേ ഇതുവരെ ഒരാളെയും വധിക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണെന്ന് സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറയുന്നത് ഇല്ലാ ഖതലകല്ലാഹു മിസ്ലഹാ യൗമൽ ഖിയാമ. എന്നെ എങ്ങനെയാണോ നിങ്ങൾ വധിക്കുന്നത്, എങ്ങനെയാണോ നിങ്ങൾ എന്നെ വധിക്കുന്നത്, അതേപോലെ ആഖിറത്തിൽ അല്ലാഹു നിങ്ങളെ വധിക്കാതിരിക്കൂല. എങ്ങനെയാണോ നിങ്ങൾ എന്നെ വധിക്കുന്നത്, അതേപോലെ അല്ലാഹു നിങ്ങളെയും വധിക്കുമെന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുമ്പോഴാണ് അദ്ദേഹം തന്റെ ആരാചാര വിളിക്കുന്നത്, തന്റെ കൊലയാളികളെ വിളിക്കുന്നത്. ഉഖ്തുലൂ, ഇയാളെ കൊന്നുകളഞ്ഞേക്ക്, ഒരു സെക്കൻഡ് പോലും ഇവിടെ ബാക്കി വെക്കാൻ പാടില്ല. അപ്പോഴാണ് കൊല്ലാനുള്ള കൽപ്പന പുറപ്പെടുപ്പിച്ചപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് എന്റെ മുഖം തിരിക്കുകയാണല്ലാഹ്. അറുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്, വധിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹുവേ, ഞാൻ നിനക്ക് വേണ്ടി നിന്റെ ഖിബലയിലേക്ക് മുഖം തിരിക്കുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് വജ്ജിഹൂഹു ഇലാ ഗൈരിൽ ഖിബല. ഖിബലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ ഇയാളെ നിങ്ങൾ അനുവദിക്കരുത്, ഖിബലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്, മുഖം മാറ്റി ഇയാളെ വധിച്ചു കളയണമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഫഅൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. നിങ്ങൾ എന്നെ എവിടേക്ക് തിരിഞ്ഞു കൊന്നാലും ശരി, എവിടേക്ക് തിരിച്ചു വധിച്ചാലും ശരി, എന്റെ കഴുത്തറുത്താലും ശരി, നിങ്ങൾ ഏത് രീതിയിൽ കൊന്നെന്നെ വലിച്ചെറിഞ്ഞാലും അവിടെയൊക്കെ അള്ളാഹുവിന്റെ വജ്ഹുണ്ട്. എനിക്ക് ഖിബലയിലേക്ക് തന്നെ കിടന്ന് മരിക്കണമെന്ന് താല്പര്യമില്ല. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ നിങ്ങളെ വധിച്ച് ഖബറിൽ കിടക്കാൻ ഞാൻ അനുവദിക്കൂല, ഖബറിൽ മറമാടാൻ ഞാൻ നിങ്ങളെ അനുവദിക്കൂല. നിങ്ങളെ വധിച്ചാൽ ഇത്രഹൂ അർളാ, നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക്, മരുഭൂമിയിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്, മരുഭൂമിയിലേക്ക് വലിച്ചെറിയാൻ പോവാണ്. ലോകം കണ്ട സാത്വികനായ മഹാനായ പണ്ഡിതനെയാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ വധിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കഴുത്തറുത്തിട്ട് ഈ ശരീരത്തെ മരുഭൂമിയിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. കഴുകന്മാര് ഭക്ഷിക്കാൻ വേണ്ടി, പ്രാണികൾ കഴിക്കാൻ വേണ്ടി, മൃഗങ്ങൾ കഴിക്കാൻ വേണ്ടി, മൃഗങ്ങൾ കൊത്തിവലിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശരീരത്തെ വലിച്ചെറിയുകയാണ് എങ്ങോട്ട്? മരുഭൂമിയിലേക്ക്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്നല്ലേ അല്ലാഹു എന്നെ സൃഷ്ടിച്ചത്, മണ്ണിലേക്കല്ലേ അല്ലാഹു എന്നെ മടക്കുന്നത്, ആ മണ്ണിൽ നിന്നാണല്ലോ അല്ലാഹു സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ചിരിക്കാൻ തുടങ്ങിയത്. ചിരിക്കാൻ തുടങ്ങി. ഫളഹിക, ചോദിച്ചു മിമ്മ തളഹക, എന്തിനാണ് ചിരിക്കുന്നത്? നിങ്ങൾ ചിരിക്കാനുള്ള കാരണം എന്താ? എല്ലാവരും മരിക്കാൻ പോകുമ്പോ, വധിക്കപ്പെടാൻ പോകുമ്പോ എല്ലാവരും കരയാറാണല്ലോ, നിങ്ങൾ എന്തേ ചിരിച്ചത്? അപ്പോഴാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ ചിരിക്കാനുള്ള കാരണം ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ വധിക്കാനുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, നിങ്ങളുടെ ധൈര്യമുണ്ടല്ലോ, എന്നിട്ടും അല്ലാഹു നിങ്ങളെ വെറുതെ വിടുന്നുണ്ടല്ലോ. ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ നിങ്ങൾ വധിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ കാണുന്ന അല്ലാഹു നിങ്ങളെ വെറുതെ വിടുന്നുണ്ടല്ലോ. അല്ലാഹുവിനെ കണ്ടിട്ടും എന്നെ വധിക്കാൻ നിങ്ങൾ കാട്ടുന്ന ധൈര്യവും അല്ലാഹു നിങ്ങളെ വെറുതെ വിടുന്നതും കാണുമ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ഒരു ദുആ ചെയ്യുകയാണ്, ഒരു പ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി. അല്ലാഹുവേ, എന്റെ മരണശേഷം വേറെ ഒരാളെയും വധിക്കാൻ നീ ഇയാൾക്ക് അവസരം നൽകല്ലേ അല്ലാഹ്. ചിരിക്കുകയാണ്. മരിക്കാൻ പോകുമ്പോ ആരെങ്കിലും ചിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരിക്കാൻ പോകുമ്പോ അദ്ദേഹം ചിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു മിമ്മ തളഹക, എന്തിനാണ് ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു ഞാൻ ചിരിക്കുന്നത്
അള്ളാഹുവിന് മേൽ നിങ്ങൾ കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ, അതോർത്ത് ഞാൻ ചിരിക്കുകയാണ്. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി. അല്ലാഹുവേ, എന്റെ മരണശേഷം വേറെ ഒരാളെ വധിക്കാൻ നീ ഇയാൾക്ക് അവസരം നൽകരുത്. ആലിമീങ്ങളെ കാണും എന്ത് പറഞ്ഞു എന്നറിയോ? ഇന്നി തലപ്പാവുധാരികളായ ആലിമീങ്ങളെ കാണുമ്പോ ഇതാ ഞാൻ ചില തലകളെ കാണുന്നുണ്ട്, വെട്ടിമാറ്റാൻ പാകമായിട്ടുണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ ഉണങ്ങുമ്പോ പറിച്ചെടുക്കാൻ പാകമായി എന്ന് പറയുന്നത് പോലെ ഞാൻ തലവെട്ടി മാറ്റാൻ പാകമായ ചില തലപ്പാവുധാരികളെ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആലിമീങ്ങളെ വെട്ടിമാറ്റിയ ആളാണ് ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന കിരാതനായ ക്രൂരനായ ഭരണാധികാരി. സഫാഹ് എന്ന അദ്ദേഹത്തിന്റെ പേര്. സഫാഹ് എന്ന് പറഞ്ഞാൽ രക്തം ചിന്തിയവൻ. അദ്ദേഹത്തോട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഇദ്ദേഹത്തെ എന്റെ മരണശേഷം, എന്റെ വഫാത്തിന്റെ ശേഷം വേറെ ഒരാൾക്കും നീ വേറെ ഒരാളെയും വധിക്കാൻ നീ അവസരം നൽകരുത്. ഞാൻ ഏതായാലും എന്നെ കൊല്ലാൻ, എന്റെ മരണശേഷം വേറെ ഒരാൾക്ക് വധിക്കാനുള്ള അവസരം നീ നൽകരുത് എന്ന് ദുആ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് കഴുകന്മാർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ശരീരത്തെ മരുഭൂമിയിലേക്ക് വലിച്ചെറിയുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷം രാത്രി ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് കടന്നു വരികയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി. ഉറങ്ങാൻ വേണ്ടി, അന്ന് രാത്രി റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി വരികയാണ്. എല്ലാവരും ഉറങ്ങിക്കിടന്നു. മുറിയിലെത്തി ഉറങ്ങി, പെട്ടെന്ന് ചാടി എണീറ്റു. പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണാൻ. ഇത് കൂടുമ്പോ അത് കുറഞ്ഞേ, ലെഫ്റ്റിൽ കൂടുമ്പോ റൈറ്റ് കുറഞ്ഞപ്പോ നല്ലത് റൈറ്റിൽ തന്നെ കൂട്ടി വെച്ചു. അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു സ്വപ്നം കണ്ടു, പേടിച്ചു, ബെഡിൽ നിന്ന് ചാടി എണീറ്റു. എന്താണ് സ്വപ്നം? മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറക്കത്തിൽ വന്ന് ചോദിച്ചു, എന്തിനാണ് എന്നെ കൊന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ വധിച്ചത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ കൊന്നത് എന്ന് ഉറക്കത്തിൽ വന്നുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഹജ്ജാജിനെ പേടിപ്പിക്കുകയാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ നിന്നുണർന്നു. പിന്നെയും കുറച്ചു സമയം കഴിഞ്ഞുറങ്ങി നോക്കി. വീണ്ടും ഉറക്കത്തിൽ വരികയാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. എന്തിനാണ് നിങ്ങൾ എന്നെ കൊന്നത്? എന്ത് തെറ്റിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ വധിച്ചത് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ചോദിക്കുകയാണ്. വീണ്ടും ഉറക്കത്തിൽ നിന്ന് പേടിച്ചുകൊണ്ട് ഞെട്ടിയുണരുകയാണ്. മൂന്നാമത്തെ തവണയും ഉറങ്ങാൻ കിടന്നു. അപ്പോഴേക്കും വീണ്ടും വരികയാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ വധിച്ചത്? രാത്രി ഉറങ്ങിയില്ല, ഒരു പോളെ കണ്ണടക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം പകലായി. പതിവ് പോലെ കൊട്ടാരത്തിൽ ചെന്നു. രാത്രിയായി ഉറങ്ങാൻ കിടക്കുമ്പോൾ വീണ്ടും വരികയാണ് സഈദ് ഇബ്നു ജുബൈർ. 2, 3, 4 ദിവസമായി ഒരു പോളെ കണ്ണടക്കാൻ പറ്റുന്നില്ല, ഉറക്കില്ല. ഉറങ്ങുമ്പോഴേക്കും സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വരികയാണ്. ആ ലെഫ്റ്റ് ഓഫ് ചെയ്തോളൂ, നേരത്തുള്ള പോലെ റൈറ്റ് ഒന്ന് ഫുള്ള് കൂട്ടി തന്നാൽ മതി. ലെഫ്റ്റ് ഓഫ് ചെയ്തോളൂ, റൈറ്റ് സൈഡ് ഉള്ളത് ഫുള്ള് കൂട്ടി തന്നാൽ മതി. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വീണ്ടും ഉറക്കിൽ വരികയാണ്. അങ്ങനെ 30 ദിവസക്കാലം ഒരു പോളെ കണ്ണടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ്. പിന്നെ അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി, മാലി വലിദമി സഈദ്. ഫുള്ള് കൂട്ടിക്കോളൂ, ഹമ്മിങ് വരുന്നവരെ കൂട്ടിക്കോളൂ. മാലി വലിദമി സഈദ്. വേണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ ഈ സഈദിനെ കൊന്നത്? എന്തിനാണ് ഞാൻ ഈ സഈദിനെ കൊന്നത്? വേണ്ടായിരുന്നു എന്ന് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ 30ാമത്തെ ദിവസമാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ലോകത്തോട് ഇവിടെ പറയുന്നത്. ഇഞ്ചിഞ്ചായിട്ട് മരണം അനുഭവിച്ചു എന്നാണ്. അതിനുശേഷം മറ്റൊരാളെ വധിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് നൽകിയില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി. അല്ലാഹുവേ, എന്റെ മരണശേഷം വേറെ ഒരാളെ വധിക്കാൻ നീ ഇയാൾക്ക് അവസരം നൽകരുത്. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, ഇത്രയും സാത്വികനായ സൂഫി വര്യനായ ആലിമിനെ വധിക്കാനും ഇങ്ങനെയും ഇത്രയും മോശമായ രീതിയിൽ ക്രൂരമായി കൊല ചെയ്യാൻ അല്ലാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ, അല്ലാഹുവിന് അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അല്ലാഹു ഇഷ്ടക്കാരെയാണ് പരീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തു തെറ്റു ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പരീക്ഷണം നൽകിയത്? ഇദ്ദേഹം തെറ്റ് ചെയ്തത് കൊണ്ടാണോ ഇദ്ദേഹത്തിന് ഈ ഒരു പരീക്ഷണം അനുഭവിക്കേണ്ടി വന്നത്? അല്ല, തെറ്റ് ചെയ്തിട്ടല്ല, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാണ്.
അള്ളാഹുവിന് ഒരാളോട് സ്നേഹമുണ്ടെങ്കിലാണ് അയാളെ അള്ളാഹു പരീക്ഷിക്കുന്നത്. സ്നേഹമുള്ള ആളുകളെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കണം. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, അയ്യുന്നാസി അശദ്ദു ബലാ, നബിയേ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ആരാണ് നബിയേ? അയ്യുന്നാസി ബലാ അയ്യുന്നാസി അശദ്ദു ബലാ, നബിയേ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത്, പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത് ആരാണ് നബിയേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത്, അൽ-അംബിയാ, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് പ്രവാചകന്മാരാ. ആരാണ്? പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് പ്രവാചകന്മാരാണ്, അംബിയാക്കൾ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാരെ അതും പ്രവാചകന്മാരെ.